ഈ ഒരു സംഭവം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതിന്റെ പേരാണ് പൊട്ടുവെള്ളരി. എല്ലായിടത്തും ഇതിനെ പൊട്ടുവെള്ളരി എന്ന് തന്നെയാണ് പറയണെന്ന് അറിയില്ല. നമ്മുടെ നാട്ടിൽ എന്തായാലും ഇതിനെ പൊട്ടുവെള്ളരി എന്നാണ് പറയണത്. ഇതിങ്ങനെ തന്നെ പൊട്ടിയവനുണ്ടായിരിക്കട്ടെ ഇതിനെ പൊട്ടുവെള്ളരി എന്ന് പറയണത്. എന്തായാലും ഇതൊരു ചെറിയ സംഭവം അല്ലാട്ടോ. ഇപ്പോഴത്തെ ചൂട്ടിന് പിടിച്ചിരിക്കാൻ ഈ ഒരു ഐറ്റം ബെസ്റ്റ് ആണ്. ഈ ഒരു സമ്മർ സീസണിലാണ് ഇത് പൊതുവെ കിട്ടാറുള്ളത്. ഇപ്പൊ നമ്മൾ എവിടെ കടയിൽ പോയി കഴിഞ്ഞാൽ ഇതുണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ സമ്മർ റിഫ്രഷിംഗ് ഡ്രിങ്ക് എന്ന് അല്ലെങ്കിൽ സമ്മർ പാർട്ട്ണർ എന്ന് വിളിക്കുക. ഈ സമ്മർ സീസണിലൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ ചിലവ് തന്നെ 2 ഐറ്റംസ് ആണ്. ഒന്ന് പൊട്ടുവെള്ളരിയും പിന്നെ നമ്മുടെ തണ്ണിമത്തനും. അപ്പൊ ഇതെന്തായാലും ഉണ്ടാക്കിയെടുക്കാൻ ഭയങ്കര സിമ്പിൾ ആണ് കേട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് സ്കൂപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് കുറച്ച് തണുത്ത വെള്ളമോ അല്ലെങ്കിൽ ഐസ് ക്യൂബ്സ് ആയിട്ടിട്ട് ജസ്റ്റ് മിക്സ് ചെയ്യുക. ചിലവർ ഇതിന്റെ കുരു എടുക്കില്ല കേട്ടോ. നമ്മൾ ഇതിന്റെ കുരുവൊക്കെ എടുക്കുക. കുരു നല്ലതാണ് കേട്ടോ. ചിലവർ ഇതിനെ മിക്സ് ചെയ്തിട്ട് അടിച്ചെടുക്കാറുണ്ട്. എങ്ങനെ വേണമെങ്കിലും എടുക്കുക. നമ്മൾ ജസ്റ്റ് ഇതിനിങ്ങനെ കലക്കിയെടുക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ പൊട്ടുവെള്ളരി കലക്കണം എന്ന് പറയുന്നത്. ഇത് ജസ്റ്റ് വെച്ച് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് വെള്ളമോ അല്ലെങ്കിൽ ഐസ് ക്യൂബ് ഇട്ടിട്ട് ആവശ്യത്തിന് പഞ്ചസാര വേണമെങ്കിൽ നമുക്ക് ശർക്കര ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് മിക്സ് ചെയ്ത് കഴിക്കാം. അത്രേ ഉള്ളൂ പരിപാടി. അപ്പൊ ഈ ചുട്ടുവെള്ളണ വെയിലത്ത് ഒരു ഗ്ലാസ് പൊട്ടുവെള്ളരി ജ്യൂസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ അടിപൊളിയല്ലേ. അപ്പൊ ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കാത്ത ആൾക്കാർ, ഇതുവരെ കേൾക്കാത്ത ആൾക്കാർ ഇതൊന്ന് മേടിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. അടിപൊളി സംഭവം.